ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് M.Sc നഴ്സിംഗ് എൻട്രൻസ് ജൂലൈ 2017. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ഷെയർ ടു യുവർ ഫ്രണ്ട്സ്, സപ്പോർട്ട് മീ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വീഡിയോസ് ഫുള്ളായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A nurse is conducting health screening for osteoporosis. Which of the following clients is at greatest risk of developing this disorder? ഒരു നഴ്സ് ഓസ്റ്റിയോപൊറോസിസിൻ്റെ ഹെൽത്ത് സ്ക്രീനിങ് നടത്തുന്നു. താഴെ കാണുന്നതിൽ ഏതാണ് ഗ്രേറ്റസ്റ്റ് റിസ്ക്? ഓസ്റ്റിയോപൊറോസിസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഗ്രേറ്റസ്റ്റ് റിസ്ക് ഏതാണ്? ഓപ്ഷൻസ് ആർ: എ 25-year-old who jogs, a 30-year-old man who has asthma, a 70-year-old man who consumes excess alcohol, a sedentary 65-year-old woman who smokes cigarettes. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. എ സെഡൻറ്ററി 65-year-old woman who smokes cigarette. അതായത് എക്സസൈസ് ഒന്നും ചെയ്യാത്ത 65 ഇയർ ആയിട്ടുള്ള ഒരു ലേഡി, മാത്രമല്ല അവർ സിഗരറ്റ് സ്മോക്കറും കൂടിയാണ്. അവരാണ് ഗ്രേറ്റസ്റ്റ് റിസ്ക് ഓസ്റ്റിയോപൊറോസിസ് ഡെവലപ്പ് ചെയ്യാനുള്ള. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ക്ലയൻറ്റ് ഈസ് അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ വിത്ത് ദ ഡയഗ്നോസിസ് ഓഫ് ഗുളൻ-ബാർ സിൻഡ്രോം. ദ നഴ്സ് റിക്വയർസ് ഡ്യൂറിംഗ് ദ അഡ്മിഷൻ ഇഫ് ദ ക്ലയൻറ്റ് ഹാസ് എ ഹിസ്റ്ററി ഓഫ്. ദ നഴ്സ് എൻക്വയർസ് ഡ്യൂറിംഗ് ദ അഡ്മിഷൻ ഇഫ് ദ ക്ലയൻറ്റ് ഹാസ് ഹിസ്റ്ററി ഓഫ്. ഒരു ക്ലയൻറ്റ് ഗുളൻ-ബാർ സിൻഡ്രോമായിട്ട് ഡയഗ്നോസിസ് ചെയ്ത് അഡ്മിറ്റായി. ഹിസ്റ്ററി കളക്ട് ചെയ്യുന്ന സമയത്ത് ഒരു നഴ്സ് എന്തിനെക്കുറിച്ചായിരിക്കും അല്ലെങ്കിൽ എന്തിൻ്റെ ഹിസ്റ്ററി ഉണ്ടെന്നായിരിക്കും എൻക്വയറി ചെയ്യുന്നത്? ഓപ്ഷൻസ് ആർ: സിഷേഴ്സ് ഓർ ട്രോമ ടു ദ ബ്രെയിൻ, മെനിഞ്ചൈറ്റിസ് ഡ്യൂറിംഗ് ലാസ്റ്റ് 5 years, ബാക്ക് ഇഞ്ചുറി ഓർ ട്രോമ ഇൻ സ്പൈനൽ കോഡ്, respiratory or gastrointestinal infection during in the previous month. Correct answer option D, that is respiratory or gastrointestinal infection during the previous month. മുൻപത്തെ മാസങ്ങളിൽ റെസ്പിറേറ്ററി അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ഇൻഫെക്ഷൻ ഉള്ള ആൾക്കാർക്ക് ഗുളൻ-ബാർ സിൻഡ്രോം ഡെവലപ്പ് ചെയ്യാനുള്ള റിസ്ക് കൂടുതലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3. The nurse is teaching the client with myasthenia gravis about the prevention of myasthenic and cholinergic crisis. The nurse tells the client that this is most effectively done by. ഒരു നഴ്സ് മയസ്തേനിയ ഗ്രാവിസ് ഉള്ള ഒരു ക്ലയൻറ്റിനെ മയസ്തേനിക് ആൻഡ് അലർജിക് ക്രൈസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ടീച്ച് ചെയ്യുകയാണ്. ആ നഴ്സ് എന്തിനെക്കുറിച്ചായിരിക്കും മോസ്റ്റ് എഫക്റ്റീവായിട്ട് ടീച്ച് ചെയ്യുന്നത്? Options are: eating well-balanced meals, doing muscle strengthening exercise, doing all course early in the day while less fatigued, taking medication on time to maintain therapeutic blood levels. Correct answer option D, taking medication on time to maintain therapeutic blood levels. Blood levels maintain ചെയ്യാൻ വേണ്ടി മെഡിക്കേഷൻസ് കറക്റ്റ് ടൈമിൽ എടുക്കുക. Question number 4. A nurse evaluating the neurological signs of a client in spinal shock following spinal cord injury. Which of the following observations by the nurse indicates that the spinal shock persists? ഒരു നഴ്സ് സ്പൈനൽ ഷോക്ക്, അതായത് സ്പൈനൽ കോഡ് ഇഞ്ചുറി ആയ ഒരു ക്ലയൻറ്റിന് സ്പൈനൽ ഷോക്ക് ഉണ്ടായി ന്യൂറോളജിക്കൽ സയൻസ് അസസ് ചെയ്യുകയാണ്. താഴെ തന്നിരിക്കുന്നതിൽ ഏത് ഒബ്സർവേഷനാണ് സൂചിപ്പിക്കുന്നത്? സ്പൈനൽ ഷോക്ക് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതിന് സൂചിപ്പിക്കുന്ന ഇൻഡിക്കേഷൻ അല്ലെങ്കിൽ ഒബ്സർവേഷൻ ഏതാണ്? ഓപ്ഷൻസ് ആർ: ഹൈപ്പർഫ്ലെക്സിയ, പോസിറ്റീവ് റിഫ്ലെക്സസ്, റിഫ്ലെക്സ് എംഡിയിങ് ഓഫ് ദ ബ്ലാഡർ, ഫ്ലാക്സിഡ് പാരലൈസിസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ഫ്ലാക്സിഡ് പാരലൈസിസ്. Question number 5. The client arrives at the emergency department with complaints of
low abdominal pain and hematuria. The client is a febrile. The nurse assesses the client to determine a history of എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ലോ അബ്ഡോമിനൽ പെയിനും ഹെമച്ചുറിയ ആയിട്ട് ഒരു ക്ലയൻറ്റ് അഡ്മിറ്റ് ആവുകയാണ്. ക്ലയൻറ്റ് ഫെബ്രയിലാണ്. നേഴ്സ് എന്താണ് അസസ് ചെയ്യുന്നത് ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത്? എന്തിൻ്റെ ഹിസ്റ്ററി ഉണ്ടെന്നാണ് അസസ് ചെയ്യുന്നത്? ഓപ്ഷൻസ് ആർ പൈലോനെഫ്രൈറ്റിസ്, ഗ്ലോമറുലോനെഫ്രൈറ്റിസ്, ട്രോമ ടു ദ ബ്ലാഡർ ഓർ അബ്ഡോമൻ, റീനൽ ക്യാൻസർ ഇൻ ദ ക്ലയൻസ് ഫാമിലി. കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്, ട്രോമ ടു ദ ബ്ലാഡർ ഓർ അബ്ഡോമൻ. Question number 6. A nurse is evaluating the client's response to cardioversion. Which of the following observation would be of the highest priority? ഒരു നേഴ്സ് ഒരു ക്ലയൻറ്റിന് കാർഡിയോവേർഷൻ്റെ റെസ്പോൺസ് അസസ് ചെയ്യുകയാണ്, ഇവാലുവേറ്റ് ചെയ്യുകയാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ഒബ്സർവേഷനാണ് ഹയസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? ഓപ്ഷൻസ് ആർ ബ്ലഡ് പ്രഷർ, സ്റ്റാറ്റസ് ഓഫ് എയർവേ, ഓക്സിജൻ ഫ്ലോ റേറ്റ്, ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ക്ലയൻറ്റ് വിത്ത് angina complains that the angina pain is prolonged, severe and occur at the same time each day, most often at rest in the absence of precipitating factors. How would the nurse best describe this type of original pain? ഒരു ക്ലയൻറ്റ് നേഴ്സിനോട് കംപ്ലയിൻറ്റ് ചെയ്യുവാണ്. ആ ക്ലയൻറ്റിന് അഞ്ചൈനയുണ്ട്, പെയിൻ പ്രൊലോങ്ഡ് ആണ്, സിവിയർ ആണ്, എല്ലാ ദിവസവും സെയിം ടൈമിലാണ് പെയിൻ ഉണ്ടാകുന്നത്, റെസ്റ്റ് ചെയ്യുന്ന സമയത്തും പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ് ഒന്നും ഇല്ലെങ്കിലും പെയിൻ ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ആ നേഴ്സ് ഇത്തരത്തിലുള്ള പെയിനിന് എന്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഏതാണ് ഇത്തരത്തിലുള്ള പെയിൻ? ഓപ്ഷൻസ് സ്റ്റേബിൾ അഞ്ചൈന, വേരിയൻ്റ് അഞ്ചൈന, അൺസ്റ്റേബിൾ അഞ്ചൈന, നോൺ അഞ്ചൈന പെയിൻ. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, വേരിയൻ്റ് അഞ്ചൈന. ക്വസ്റ്റ്യൻ നമ്പർ 8. എ ക്ലയൻറ്റ് ഈസ് ടു റിസീവ് 2000 ml of IV fluid in 12 hours. The drop factors are 10 GT per ml. At how many drops per minute should the flow rate to be set? ഒരു ക്ലയൻറ്റിന് 2000 ml IV ഫ്ലൂയിഡ് 12 മണിക്കൂർ കൊണ്ട് റിസീവ് ചെയ്യണം. ഡ്രോപ്പ് ഫാക്ടർ 10 ഡ്രോപ്സ് പെർ മിനിറ്റ് ആണ്. ഹൗ മെനി ഡ്രോപ്സ് ഫ്ലോ റേറ്റ് സെറ്റ് ചെയ്യണമെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് വരുന്നത് 22 ഡ്രോപ്സ് പെർ മിനിറ്റ്, 24 ഡ്രോപ്സ് പെർ മിനിറ്റ്, 26 ഡ്രോപ്സ് പെർ മിനിറ്റ്, 28 ഡ്രോപ്സ് പെർ മിനിറ്റ്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 28 ഡ്രോപ്സ് പെർ മിനിറ്റ്. Question number 9. An oxygen delivery system is prescribed for a client with chronic obstructive pulmonary disease to deliver a precise oxygen concentration. Which oxygen delivery system would the nurse anticipate to be prescribed? COPD, അതായത് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് ഉള്ള ഒരു പേഷ്യൻറ്റിന് ഓക്സിജൻ ഡെലിവറി സിസ്റ്റം പ്രിസ്ക്രൈബ് ചെയ്തു. പ്രിസൈസ് ഓക്സിജൻ കോൺസെൻട്രേഷനാണ്. താഴെ തന്നിരിക്കുന്നതിൽ ഏത് ഓക്സിജൻ ഡെലിവറി സിസ്റ്റമാണ് നേഴ്സ് തിരഞ്ഞെടുക്കുന്നത്? ഓപ്ഷൻസ് ആർ ഫേസ് ടെൻറ്റ്, വെഞ്ചൂർ മാസ്ക്, എയറോസോൾ മാസ്ക്, ട്രക്കിയോട്ടമി കോളർ. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, എയറോസോൾ മാസ്ക്. ക്വസ്റ്റ്യൻ നമ്പർ 10. എ ക്ലയൻറ്റ് who is human immune deficiency virus positive has had Mondo's skin test. The nurse notes a 70 mm area of induration at the site of the skin test. The nurse interprets the results as ഒരു ക്ലയൻറ്റ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എച്ച് ഐ വി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലയൻറ്റിന് മോണ്ടോക് സ്കിൻ ടെസ്റ്റ് ചെയ്തു. സ്കിൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 70 mm ഏരിയ ഇൻഡ്യൂറേഷൻ സ്കിൻ ടെസ്റ്റിൻ്റെ സൈറ്റിൽ നോട്ട് ചെയ്തു. അത് കണ്ടിട്ട് നഴ്സ് എന്താണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻസ് ആർ പോസിറ്റീവ്, നെഗറ്റീവ്, ഇൻകൺക്ലൂസീവ്, ഇൻഡിക്കേറ്റിംഗ് ദ നീഡ് ഫോർ റിപ്പോർട്ട് ടെസ്റ്റിംഗ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, പോസിറ്റീവ്.
എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 5-ൽ കൂടുതൽ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.